നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ വീഡിയോ ഇടുന്നത്. വീഡിയോ ഇതിന് മുമ്പ് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ സാധാരണ അങ്ങനെ വീഡിയോ ഇടുന്നതല്ല. ഇപ്പം വീഡിയോ വലിയ ക്വാളിറ്റിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച്. ഇത് ഇപ്പം എനിക്കൊരു ഇന്ന് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ LGയുടെ 7 കിലോ ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ സ്വിച്ചും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ സ്വിച്ച് മാത്രം വർക്ക് ചെയ്യുന്നില്ല. ഈ സ്വിച്ച് നമ്മൾ ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ സ്വിച്ച് വർക്കാവാതിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് നോക്കി അഴിച്ചെടുത്ത് എല്ലാം കറക്റ്റായിട്ട് അഴിക്കുന്ന രീതി എന്ന് വെച്ചാൽ അതിൽ കുറേയൊക്കെ കാണുന്നുണ്ട്. ടോപ്പ് ഇതിൻ്റെ ബാക്കിൽ 2 സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ബോർഡിൽ നിന്ന് വരുന്ന ഓരോ വയറുകളും നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ അഴിച്ചെടുക്കണം. അത് നമുക്ക് ചിലപ്പം തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത് അഴിച്ചെടുത്തിട്ട് അടയാളപ്പെടുത്തി അഴിച്ചെടുത്തിട്ട് തിരിച്ച് വയ്ക്കണം. ഇപ്പം നിങ്ങൾ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ എന്നെക്കാളും വലിയ ടെക്നീഷ്യന്മാർ കാണുമായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നവർ. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തത് ഓക്കെ എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോയും വോയിസും ഇതിലിടുന്നത്. അത് ഇപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കും, ചിലപ്പോൾ ഇത് കണ്ടിട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇടുന്നത് തന്നെ. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അഴിച്ചെടുത്ത് അതിൻ്റെ ബോർഡും എല്ലാം അഴിച്ചെടുത്തതിന് ശേഷം ബോർഡ് കൊണ്ട് ചെക്ക് ചെയ്ത്, ബോർഡ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് സാധാരണ ചെക്ക് ചെയ്യുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൽ കംപ്ലൈൻറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആ കംപ്ലൈൻറ്റ് എൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതെന്താണ് അതിൻ്റെ കംപ്ലൈൻറ്റ്, അത് കറക്റ്റായിട്ട്. പിന്നെ ഇത് നമ്മൾ അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കണം. കാര്യം വെച്ചാൽ അതിൻ്റെ പാർട്സൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നോക്കി കറക്റ്റായിട്ട് വേണം അത് അഴിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഈ കാണുന്ന കണക്ക് തന്നെ അതിൻ്റെ ഈ ഫ്രണ്ടിൽ 2 സ്ക്രൂ, ബാക്കിയെല്ലാം ലോക്ക് ടൈപ്പാണ് ഇതിൽ വരുന്നത്. ആ ലോക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ലോക്ക് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചതിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ബോർഡാണ് അഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബോർഡ് കണക്ഷനെല്ലാം അഴിച്ചതിന് ശേഷം അതിൻ്റെ ബോർഡ് വെളിയിൽ അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി ഈ പറയുന്ന കണക്ക് തന്നെ മൾട്ടിമീറ്ററിൽ നമ്മൾ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ ഡയോഡും അതിൽ 2 ബോർഡുണ്ട്. അതിൽ ആദ്യത്തെ ബോർഡ് സ്വിച്ചൊക്കെ വരുന്ന ബോർഡുണ്ട്, അത് രണ്ടും സെറ്റായിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ലോക്ക് സിസ്റ്റമാണ്. അതിൽ നിന്ന് പയ്യെ അഴിച്ചെടുത്ത ഒരു 4-5 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ അഴിച്ചിട്ട് ആ ലോക്ക് പൊട്ടാതെ കറക്റ്റായിട്ട് അഴിച്ചെടുത്തതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യണം. ഡയോഡും കുറേ ഡയോഡുണ്ട്, ആ ഡയോഡെല്ലാം നമ്മൾ ഷോർട്ടാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ കുറേ LED വരും. ആ LEDകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്നിൻ്റെ പ്രോബ്ലം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡോറിൻ്റെ ഒരു സ്വിച്ച് വരും, ആ സ്വിച്ചും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഡോറിൻ്റെയും ഇതിൻ്റെ സ്വിച്ചൊക്കെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് മെയിനായിട്ട് ഈ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് വർക്ക് ചെയ്യാത്ത. പിന്നെ ആ സ്വിച്ചും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ എത്ര സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ചിലതിലൊക്കെ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് കംപ്ലൈൻ്റ് ആവാം. അപ്പോഴാണ് നമ്മൾ ആദ്യം എടുക്കുമ്പോഴത്തേക്ക് അതാണ് ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടുള്ളത്. സ്വിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാക്കിയുള്ള ഓരോന്ന് ഈ ഡയോഡായാലും
എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഡയോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ LED ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഡോറിൻ്റെ സ്വിച്ച്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോറിൻ്റെ സ്വിച്ച്. അപ്പം എനിക്ക് കിട്ടിയ ഈ കംപ്ലൈൻറ്റിൽ ഞാൻ ഒരുപാട് നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഈ ടൈമൊക്കെ അടിച്ചു വയ്ക്കുന്ന ഉണ്ടല്ലോ, ഏത് ടൈപ്പിലാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടുള്ളതെന്ന്. അതിൽ ഒരു 7-8 LED ഉണ്ട്. അപ്പോൾ ആ LEDയിൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഒന്നും കത്തുന്നില്ല. അതൊരെണ്ണം കത്താത്തതിൻ്റെ ആണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് ഇതിൽ മനസ്സിലായത്. അപ്പോൾ നമ്മളത് ആ LED റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും. അപ്പം ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ ബോർഡെല്ലാം അഴിച്ചിട്ട് അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു LED വർക്കാവുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആ LED ഞാൻ റിമൂവ് ചെയ്തപ്പോഴത്തേക്കാണ് എനിക്കിത് കറക്റ്റായിട്ട് വർക്കായത്. ഇത് ഞാൻ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് തിരിച്ച് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഡോറിൻ്റെത് എല്ലാം, ആ ഡോറിൻ്റെ ആ സ്വിച്ച് ഇളക്കിയിട്ട് അതിൻ്റെ അകത്ത് എല്ലാം ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ സെറ്റാക്കി. തിരിച്ച് അതേ കണക്ക് തന്നെ നമ്മൾ ആ ഫോട്ടോ എടുത്ത് വെച്ചത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചാൽ അതേ കണക്ക് തന്നെ വയറെല്ലാം കൊടുത്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് കിട്ടിയ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഈ LED ആണ്. നമ്മൾ ഇതടിക്കുന്ന ഒരു മെയിൻ സ്വിച്ച് ഉണ്ടല്ലേ, ആ സ്വിച്ചിൻ്റെ ഒരു LED വർക്കാവുന്നില്ല. ആ LED നോക്കുക, എത്ര LED ഉണ്ട് അതിലെല്ലാം വർക്കാവുന്നതെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് വർക്കായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അതായിരിക്കും കംപ്ലൈൻറ്റ്. പിന്നെ പലതിനും പല ടൈപ്പാണ് വരുന്നത്. ചിലപ്പോൾ ആ ഡോറിൻ്റെ സ്വിച്ചിന് വരാം, PCBക്ക് വരാം. ഞാൻ അവസാനം കൊണ്ടുപോയിട്ട് എല്ലാം ഇതിൽ കാണുന്ന LED വർക്കാവാത്തതുകൊണ്ട്, ഇതിൽ കാണുന്ന LED വർക്കാവാത്തതുകൊണ്ടാണ് ഞാൻ അത് റിമൂവ് ചെയ്തിട്ട് ഓക്കെ ആക്കിയത്. ഇപ്പോൾ അത് റിമൂവ് ചെയ്ത് ഓക്കെ ആക്കിയപ്പോഴത്തേക്ക് ബട്ടണെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ക്ലിയറായിട്ട് ഇടാൻ ശ്രമിക്കാം.